റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കർണാടകയിലെ കുടകിൽ തോട്ടം ജോലിക്ക് പോയ വയനാട് സ്വദേശിയായ ഗോത്രവിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കാണാനില്ലെന്ന് പരാതി. കോട്ടത്തറ വീട്ടിയേരി ഉന്നതിയിലെ അനീഷിനെയാണ് ജൂൺ 24 മുതൽ കാണാതായത്. പരാതി നൽകിയിട്ടും കമ്പളക്കാട് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. അനീഷിനെ കണ്ടെത്താൻ കേരള കർണാടക സർക്കാരുകൾ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കർണാടക കുടകിൽ പണിക്ക് പോയതാണ്. പോയിട്ട് അവിടെ എത്തിയിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിയും കാര്യങ്ങളും ഒന്നുമില്ല. 25-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച്, ഈ ദീപു കൊണ്ടുപോയ ആളെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ പറഞ്ഞു 24-ാം തീയതി അങ്ങോട്ട് വ്യാഴാഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന് 2 ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. കാരണം അവൻ വരും. പിന്നെ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ കമ്പളക്കാട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ കോൾ എടുക്കുന്നത്. അവിടെ CCTV ഫുട്ടേജ് ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന് കാണിക്കുക, അതുപോലെ തന്നെ അവർ പോയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോട്ടോ എന്തെങ്കിലും ഒന്ന് കാണിച്ച് നമുക്കൊരു സമാധാനമല്ലേ. അതുപോലും നമ്മളോട് ചെയ്തില്ല. നമുക്ക് എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഒന്ന് അറിയണം. അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കാണാതായപ്പം തൊട്ട് ഒരു സാധനം കഴിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കും. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, വയനാട് സ്വദേശിയെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിൽ കൊടുത്തു. പക്ഷേ കുടകിൽ തോട്ടം ജോലിക്ക് പോയ യുവാവാണ്. എന്താണ് പോലീസ് അതിനകത്തൊരു അന്വേഷണം നടത്താത്തത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണോ? അരുൺകുമാർ, കോട്ടത്തറ വീട്ടിയേരി ഉന്നതിയിലെ അനീഷ ഈ കുടകിൽ, പ്രത്യേകിച്ച് കേരള വയനാട് അതിർത്തി പങ്കിടുന്ന കുടക് കർണാടക കുട്ടയിൽ കൃഷിയിടത്തിൽ ജോലിക്ക് പോയത് കഴിഞ്ഞ ജൂൺ 14-ാം തീയതിയാണ്. എന്നാൽ കഴിഞ്ഞ 26-ാം തീയതി മുതൽ 24-ാം തീയതി ബന്ധുക്കളുമായി ഏറ്റവും അവസാനം ഫോണിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം അനീഷിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് ഇപ്പോൾ സഹോദരിയുടെ പ്രതികരണം നേരത്തെ നമ്മളോട് നടത്തിയിട്ടുള്ളത്. അതിന് പ്രകാരമാണ് അവർ കഴിഞ്ഞ ജൂൺ മാസം അവസാനത്തോടു കൂടി കമ്പളക്കാട് പോലീസിൽ പോയി പരാതി നൽകിയത്. ആദ്യം പോലീസ് പരാതി സ്വീകരിച്ചെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ മടി കാണിച്ചു. പിന്നീടാണ് മന്ത്രി സിദ്ദിഖിനെയും അതോടൊപ്പം ജില്ലാ കളക്ടറെയും സമീപിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടറിന്റെ ഇടപെടലിനെ തുടർന്നാണ് കമ്പളക്കാട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. ആ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണം ഊർജിതമല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രത്യേകിച്ച് ഈ വയനാടുമായി അതിർത്തി പങ്കിടുന്ന കുടകിലൊക്കെ ധാരാളം ആദിവാസികളൊക്കെ ഇത്തരത്തിലുള്ള ജോലിക്കൊക്കെയായി കൃഷിയിടത്തിൽ ഇഞ്ചിപ്പണിക്കും കാപ്പിക്കും ഒക്കെ കൃഷിയിടത്തിലൊക്കെ ജോലി ചെയ്യുവാനായി പോകാറുണ്ട്. പക്ഷേ അതിൽ പല ആളുകളും ഇതിനു മുൻപും ഇത്തരത്തിൽ കാണാതായതും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വയനാടുമായി അതിർത്തി പങ്കിടുന്ന കുട്ട ശ്രീമംഗല എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീമംഗല പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ഈ കേസ് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ കർണാടക പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ കർണാടക പോലീസും ഇതിലൊരു ഊർജിതമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. ഈ അനീഷിനെ ഇവിടെ നിന്ന് ജോലിക്കായി കൊണ്ടുപോയ ആളുകൾ അവർ യാതൊരു തരത്തിലുമുള്ള സഹകരണം പോലീസുമായി സഹകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടും അന്വേഷണം ഊർജിതമല്ല എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം അനീഷ് എവിടെയാണെന്ന് കുടുംബത്തിന് അറിയില്ല. ജോലിക്ക് കൊണ്ടുപോയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയില്ല. കർണാടക പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കേരള കർണാടക സർക്കാരുകൾ സംയുക്തമായി അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. അരുൺ, ഓക്കെ. ഇപ്പോൾ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനീഷിനെ എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ളതാണ്. സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് മറ്റു സ്വാധീനമോ കുടകിൽ പോയി അന്വേഷിക്കാനോ അങ്ങനെയൊന്നും വലിയ സ്വാധീനമില്ലാത്ത മനുഷ്യരാണ്. അവർക്കൊക്കെ വേണ്ടിയല്ലേ സ്റ്റേറ്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്.